വരാനിരിക്കുന്ന റംസാൻ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ 10% മുതൽ 40% വരെ ആകർഷകമായ ഓഫറുകളുമായി നിറം ഫാബ് ഒരുങ്ങിക്കഴിഞ്ഞു. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ, ജെന്റ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകളുടെ അതിവിപുലമായ ശേഖരം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ഈ ആഘോഷകാലത്ത് നിങ്ങളുടെ ഷോപ്പിംഗ് കൂടുതൽ സന്തോഷകരമാക്കാൻ ഇന്ന് തന്നെ എത്തിച്ചേരൂ. നിളയുടെ തീരത്ത് വികസന വിസ്മയം. 37.5 കോടി രൂപ ചെലവിൽ ഗായത്രി പുഴയ്ക്ക് കുറുകെ 3 പാലങ്ങൾ ഉൾപ്പെടുന്ന കൊണ്ടാഴി കുത്താമ്പുള്ളി പാത മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. നിളയുടെ തീരത്ത് നെയ്തെടുത്ത ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്കിനി വികസനത്തിന്റെ പുതുച്ചിറകുകൾ. പതിറ്റാണ്ടുകളായി കൊണ്ടാഴി കുത്താമ്പുള്ളി നിവാസികൾ ഹൃദയത്തിലേറ്റിയ ആ വലിയ കാത്തിരിപ്പിന് ഒടുവിൽ വിരാമമായിരിക്കുന്നു. ഭാരതപ്പുഴയുടെ കൈവഴിയായ ഗായത്രി പുഴയ്ക്ക് കുറുകെ വികസനത്തിന്റെ വെള്ളിരേഖയായി ഉയർന്നു നിൽക്കുന്ന കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. വികസനത്തിന്റെ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് നടന്ന ഈ ചടങ്ങ് മധ്യകേരളത്തിന്റെ ഗതാഗത ഭൂപടത്തിൽ വിപ്ലവകരമായ മാറ്റത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഇതൊരു കേവല നിർമ്മിതിയല്ല, മറിച്ച് ഭീതിയുടെ കടത്തു തോണികളിൽ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു ജനതയുടെ അതിജീവനത്തിന്റെ അടയാളമാണ്. കാലവർഷത്തിൽ ഗായത്രി സംഹാര രുദ്രയാകുമ്പോൾ ആ കൈവഴികളിലൂടെ ജീവൻ പണയം വെച്ച് തുഴഞ്ഞെത്തിയിരുന്ന നെയ്ത്ത് തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും ഇനി സുരക്ഷിതമായി മറുതീരമണയാം. വികസനത്തിന്റെ ഈ പെരുമ്പാത തുറന്നതോടെ ലക്കിടി റെയിൽവേ ഗേറ്റിലെ ദുരിതയാത്ര ഒഴിവാക്കി തിരുവല്ലോമല നിവാസികൾക്ക് ഇനി അനായാസം ഒറ്റപ്പാലത്തെത്താം. നമ്മുടെ മണ്ഡലത്തിലേക്ക് പഠിക്കുന്ന സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന എത്ര കെട്ടിടങ്ങൾ, വളരെ മനോഹരമായ കെട്ടിടങ്ങൾ, ഇങ്ങനെ റോഡുകൾ, പാലങ്ങൾ, വ്യത്യസ്തമായ മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായ 2000 കോടിയുടെ പദ്ധതികൾ ഈ മണ്ഡലത്തിൽ, ചേലക്കര മണ്ഡലത്തിൽ നാം കൊണ്ടുവരാൻ സാധിച്ചു. ഇവിടെ കുത്താമ്പള്ളി ബന്ധപ്പെട്ട് പലർക്കും സംശയമുണ്ടായി. 2 വ്യക്തികൾ അന്ന് തിരുവനന്തപുരത്തേക്കും അതുപോലെ തന്നെ ഞങ്ങളെല്ലാം വീടുകളിൽ വന്ന് വ്യക്തിപരമായി ഇത് നടത്തി തീർക്കണം എന്ന് വരെ പറഞ്ഞു. പൊതുപ്രസ്ഥാനം ശക്തമായി ഞങ്ങളുടെ പുറകിൽ ശക്തമായി നിന്നു. ഈ നാടിന് പറഞ്ഞ വാക്ക് പാലിച്ചു കൊടുക്കണം എന്ന് വളരെ ശക്തമായി അതിന് പുറകിൽ നിൽക്കുക. അങ്ങനെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാഴിക്ക് കുത്താമ്പള്ളിക്കും ഒരു പാലം നിർമ്മിക്കണം. ഗായത്രി പുഴ കൈത്തറി ഗ്രാമമായ കുത്താമ്പുള്ളിയിൽ നിന്നും ഒറ്റപ്പാലത്തേക്കുള്ള ദൂരം വെറും 13 കിലോമീറ്ററായി ചുരുങ്ങുന്നത് മേഖലയുടെ വാണിജ്യ കുതിപ്പിന് കരുത്തേകും. കടത്തുകാലം ഓർമ്മയാക്കി ഒറ്റപ്പാലം ഇനി ഈ നാടിനരികിലെത്തിയിരിക്കുന്നു. 37.5 കോടി രൂപ ചെലവഴിച്ച് 3 പാലങ്ങളുടെ ഒരു വൻ ശൃംഖലയാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഗായത്രി പുഴയ്ക്ക് കുറുകെ 188.21 മീറ്റർ നീളത്തിൽ നിർമ്മിച്ച പ്രധാന പാലമാണ് ഇതിന്റെ ജീവരക്തം. കൂടാതെ കുത്തമ്പുളിയിലേക്കുള്ള അപ്രോച്ച് റോഡിൽ 23 മീറ്റർ നീളമുള്ള ഒരു മൈനർ പാലവും മായനൂർ സെന്റ് തോമസ് സ്കൂളിന് സമീപമുള്ള കനാലിന് കുറുകെ 10 മീറ്റർ നീളമുള്ള വലിയ പാലവും ഈ പദ്ധതിയുടെ ഭാഗമാണ്. 11 മീറ്റർ വീതിയുള്ള പാലവും 12 മീറ്റർ വീതിയുള്ള അനുബന്ധ റോഡുകളും ചേരുമ്പോൾ ഇതൊരു ആധുനിക ഗതാഗത വിസ്മയമായി മാറുന്നു. 2008 അന്നത്തെ സ്പീക്കർ കെ രാധാകൃഷ്ണൻ വിതച്ച വികസനത്തിന്റെ വിത്ത് സാങ്കേതിക തടസ്സങ്ങളുടെ കല്ലും മുള്ളും താണ്ടി ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. MLA യുവാർ പ്രദീപിന്റെ അക്ഷീണ പരിശ്രമവും സർക്കാരിന്റെ നിശ്ചയദാർഢ്യവും ചേർന്നപ്പോൾ ചരിത്രം വഴിമാറി. കുത്താമ്പുള്ളിയുടെ നെയ്ത്തുശാലകളെ പുറം ലോകത്തിന്റെ വലിയ വാണിജ്യ വീഥികളുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഈ മുഹൂർത്തം മധ്യകേരളത്തിന്റെ സാമൂഹിക ഭൂപടത്തിൽ സുവർണാക്ഷരങ്ങളാൽ രേഖപ്പെടുത്തപ്പെടും. MLA യുവാർ പ്രദീപിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മേൽപ്പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ കേരളം കൈവരിച്ച മുന്നേറ്റം
റോഡ്, പാലം പോലെ തന്നെ കെട്ടിടങ്ങൾ. ഇപ്പോ BMNBC റോഡുകൾ കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. ഇന്ത്യയിൽ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും നിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BMNBC. 5-8 വർഷം BMNBC റോഡിന് ഒരു കുഴപ്പമുണ്ടായില്ല, പക്ഷെ ചെലവ് കൂടുതലാണ്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMNBC ആക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പൊ അത് 60% ആയി എന്ന സന്തോഷവരെ അറിയിക്കുകയാണ്. 2014 LDF സർക്കാർ വന്നതിന് ശേഷം കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിലെ മാറ്റം ഒരു മാജിക് പോലെയാണ്. ദേശീയപാത 66 മുടങ്ങിപ്പോയ പദ്ധതിയാണ്. എന്നാൽ 2014 LDF സർക്കാർ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റുമായി ഉടൻ തന്നെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി കൂടുതൽ പണം കേന്ദ്ര സർക്കാർ തരാതെ പദ്ധതി മുന്നോട്ട് പോകില്ല എന്നുള്ള സ്ഥിതി ചർച്ച ചെയ്തെങ്കിലും ഫണ്ട് കൂടുതൽ തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായ സ്ഥിതി വന്നു. നേരത്തെ ഭരിച്ച സർക്കാരിന്റെ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തി, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK സത്യഭാമ, തിരുവല്ലോമല പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് തുടങ്ങി ഒട്ടനവധി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് CCV.